മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. നടപടികളിൽ നിന്ന് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വിലക്കണമെന്ന ആവശ്യം. അയ്യപ്പ ഭക്തനായ ഡോക്ടർ PS മഹേന്ദ്രകുമാറാണ് ഹർജിക്കാരൻ. ഡൽഹിയിൽ നിന്ന് B ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, എന്താണ് ഹർജിയിലെ ആവശ്യം? ആര്യ, ഏറ്റവും പുതുതായിട്ടുള്ള വിവരം, മറ്റൊരു ഹർജി കൂടി അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കേരള ഹൈക്കോടതിയിൽ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഹർജി നൽകിയ VC അജികുമാർ എന്ന വ്യക്തിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ട് ഹർജികളാണ് ഈ കേരളത്തിൽ ഈ മാസം 20-ന് നടക്കാൻ വേണ്ടി പോകുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജികളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇത്തരം ഒരു അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി കഴിയില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ ഈ ദേവസ്വം ബോർഡിനെ മറയാക്കി ഈ അയ്യപ്പ സംഗമം നടത്തുന്നുവെന്നാണ് ഹർജിക്കാർ ആരോപിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കുന്ന പണം ഇതുപോലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുള്ള പരിപാടികൾക്കായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പമ്പ തീരത്ത് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് പരിസ്ഥിതി നിയമങ്ങളുടെ ലംഘനവും കേരള ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് നിർദ്ദേശങ്ങളുടെ ലംഘനവുമാണ് എന്നും പറയുന്നത്. കാരണം പമ്പ നദീതീരം പരിസ്ഥിതി ലോല മേഖലയാണ്. അവിടെ ഇത് നടത്തുമ്പോൾ വലിയ തോതിലുള്ള പരിസ്ഥിതിക്ക് ദോഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഹർജികൾ അടിയന്തരമായി കേൾക്കണമെന്ന് നാളെ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ ഉന്നയിക്കുവാൻ ഇപ്പോൾ ഈ അയ്യപ്പ ഹർജിക്കാർ അയ്യപ്പ സംഘം അതിനുള്ള പന്തലൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇത് എന്നായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുക ഈ ഹർജി? ആര്യ, അതുകൊണ്ട് തന്നെ ഈ 20-ന് മുമ്പുള്ള ഒരു ദിവസം ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനാണ് സാധ്യത. കാരണം 20-ാം തീയതിക്കുള്ളിൽ ഈ ഹർജി പരിഗണിക്കണമെന്നൊരാവശ്യം ഈ ഹർജിക്കാർ നാളെ ഉന്നയിക്കുന്നതായിരിക്കും. ഏതായാലും നാളെ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് എടുക്കുന്ന നിലപാടായിരിക്കും ഏറ്റവും നിർണായകമാകുക. നാളെ ചീഫ് ജസ്റ്റിസ് ഗവായിക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതായുണ്ട്, ഹജ്ജ് കേസിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതായുണ്ട്. അതിനുശേഷം ഈ ആവശ്യം കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കുവാനാണ് ഹർജിക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ചീഫ് ജസ്റ്റിസ് എടുക്കുന്ന തീരുമാനമായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമായി വരാൻ വേണ്ടി പോകുന്നത്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. ഒരുപക്ഷെ അവർ തടസ്സ ഹർജി ഫയൽ ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്.